അങ്ങനെ രാഹുൽ മാങ്കൂട്ടവും കെ സുധാകരനും സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എത്ര ആളുകൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. രാഹുൽ മാങ്കൂട്ടവും അതുപോലെ കെ സുധാകരനും സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു അപ്പം നിലവിൽ കണ്ണൂർ കെ സുധാകരന് സീറ്റ് കൊടുക്കത്തില്ല എന്നാണ് ഹൈക്കമാൻഡും പറഞ്ഞേക്കുന്നത്. അപ്പോൾ കെ സുധാകരന് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കും എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞേക്കുന്നത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടവും സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കും എന്നാണ്. ശനി വരെ രാഹുൽ മാങ്കൂട്ടം നോക്കും. ശനി വരെ വരുന്ന ലിസ്റ്റിൽ, കോൺഗ്രസ് പ്രസ്ഥാനം പുറത്തുവിടുന്ന ലിസ്റ്റിൽ തൻ്റെ പേരില്ല എങ്കിൽ പാലക്കാട് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കും കോൺഗ്രസിനെതിരെ. തിങ്കളാഴ്ച വരെയാണ് ഇതിൻ്റെ ലിസ്റ്റ്. സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി തിങ്കളാഴ്ചയാണ്. അപ്പം ശനിയുണ്ട് നമുക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇതുവരെയും ഇപ്പം അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാനൊരു വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്തയ്ക്കകത്തും അതുപോലെ ആ ന്യൂസിനകത്തും അതുപോലെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുലിൻ്റെ പേര് ഈ പട്ടികയിൽ ഉണ്ടോ, ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കുവാണ്. ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി അവസരമുണ്ട്, സ്വതന്ത്രനായിട്ട് നിൽക്കണം. പാർട്ടി സീറ്റ് കൊടുത്തില്ലേ, സ്വതന്ത്രനായിട്ട് നിൽക്കണം. എന്തിനാ രാഷ്ട്രീയ ഭാവി ഫ്യൂച്ചർ നശിപ്പിച്ച് കളയുന്നത്, അല്ലേ? അപ്പം ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഒരവസരം രാഹുൽ അർഹിച്ചിരുന്നില്ലേ, അല്ലേ? ഒരവസരം അറിയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ. ഷാഫി കൂടി ഇല്ലാത്ത നിയമസഭയിൽ UDFൻ്റെ ശബ്ദമാകാൻ രാഹുലല്ലാതെ മറ്റാര്? തളരാതെ പോരാടും, തിരിച്ചു വരും, തൽക്കാലം അവധിയെടുക്കുന്നു. അപ്പോൾ രാഹുൽ ഒരവസരം നൽകേണ്ടത് ആയിരുന്നു. ശരിയെന്ന് തോന്നുന്നു, ലൈക്ക് ചെയ്യാൻ. രാഹുലിന് ഒരു അവസരം കൂടെ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം വീഡിയോ. എത്ര ആളുകൾ ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിയല്ല പറഞ്ഞത്. ഈ പറഞ്ഞിട്ടുള്ള നിയമസഭ, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കന്നി പ്രസംഗം നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ഇരുന്ന ആളുകളെല്ലാം മൂട്ടിൽ തീ പിടിപ്പിച്ച് കളഞ്ഞു. അന്നേ എനിക്ക് തോന്നുന്ന പല ആളുകളും ചിന്തിച്ചതാണ്, അടുത്ത വട്ടം രാഹുലിനെ നിയമസഭ കാണിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു അടിയാണെന്ന് ഭരണപക്ഷത്തുള്ള ആളുകളും പ്രതിപക്ഷത്തുള്ള ആളുകളും അന്നേ അത് ചിന്തിച്ചിരുന്നതാണ്. അത്രയ്ക്കും കന്നിപ്രസംഗം കണ്ടിട്ടുള്ള കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു രാഹുലിൻ്റെ ആദ്യത്തെ കന്നിപ്രസംഗം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ആളുകൾ കണ്ടെന്നറിയത്തില്ല. ഇനി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ടല്ലോ, അതിജീവിത കേസ് കൊടുത്തല്ലോ, അതും കോടതി ഈ പറഞ്ഞിട്ടുള്ള SIT കൊടുത്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് SIT കോടതിക്ക് കൊടുത്തിട്ടുള്ള പരാതിയും അതും കോടതി തള്ളിക്കളഞ്ഞു. നിങ്ങൾ നോക്കിക്കോണം. അതും തള്ളിക്കളഞ്ഞു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തെളിവില്ല. പരാതിക്കാരി രണ്ടാമത്തെ പരാതിക്കാരി ആരാന്ന് പോലും അറിയത്തില്ല, അല്ലേ? 1ഉം 3ഉം പരാതിക്കാരിയാണ് ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് രണ്ടാമത്തെ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിയിട്ട് ഫോൺ വിളിച്ചു, സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടത്, അല്ലേ? അതിനുശേഷം തെളിവുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. തെളിവില്ലാതെ കോടതി എങ്ങനെയാണത് ആ ഒരു കാര്യം നിരീക്ഷിക്കുന്നത്? കോടതി എങ്ങനെ നിരീക്ഷിക്കും? കോടതി പറഞ്ഞ രാഹുൽ വിളിച്ചതെന്നുള്ളൊരു തെളിവില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ രണ്ടാമത്തെ പരാതിക്കാരി കൊടുത്തിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ SITയോട് കോടതി ചോദിച്ച ചോദ്യം. കോടതി SITയോട് ചോദിച്ച ചോദ്യം, SIT അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചു പോയെന്നാണ് പറയുന്നത്. എന്താ അല്ലേ? തെളിവില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് കാണിക്കും, വാട്സാപ്പിന് സ്ക്രീൻഷോട്ട് കാണുമല്ലോ. അപ്പം രാഹുലിൻ്റെ ഫോണ് പിടിച്ചെടുക്കണം, രാഹുലിൻ്റെ ഫോണ് ഹാൻഡ് ഓവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പരാതി കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അതും കോടതി തള്ളിക്കളഞ്ഞാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ ഹാജരാക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് കോടതി തന്നെ അതിനും വിധി എഴുതിയാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നതെല്ലാം രാഹുൽ എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയം തകർത്ത് കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഇനിയിപ്പം രാഹുലിന് സീറ്റ് കൊടുത്തില്ല, ഈ പ്രസ്ഥാനം സീറ്റ് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ നോക്കിക്കോ, 2-3 കൊല്ലം കൊണ്ട് രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായിപ്പോവും. പക്ഷേ അതിനൊട്ട് ആ ഒരു രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച് കളയാനെ കൊണ്ട് നിങ്ങൾ അതിന് നിന്ന് കൊടുക്കല്ലേ. നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പാലക്കാട് എന്നല്ല എവിടെ നിന്നാലും നിങ്ങൾ ജയിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തായാലും രണ്ടാമത്തെ പരാതിക്കാരി കൊടുത്തേക്കുന്ന ഒരു വാർത്ത, അത് ഇന്ന് കോടതി തള്ളിക്കളഞ്ഞൊരു വാർത്തയുണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. അന്വേഷണ സംഘത്തിന്റെ ഹർജി കോടതി തള്ളി. മുൻകൂർ ജാമ്യം നിലനിൽക്കുമെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ്. വി എസ് അനു, എന്തായാലും കേസിൽ ഈ ജാമ്യം ലഭിച്ച ശേഷവും ഇത്തരത്തിൽ ഇടപെടുന്നു എന്നതായിരുന്നു ഈ അന്വേഷണ സംഘം SIT അറിയിച്ചിരുന്നത്. പക്ഷേ എന്തായാലും കോടതി ഇക്കാര്യം തള്ളുകയാണ്. എന്താണ് കോടതിയിൽ നിന്ന് വരുന്ന ഈ വിധിയുടെ വിശദാംശങ്ങൾ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3 പീഡന പരാതികൾ, അതിൽ രണ്ടാമത്തെ പരാതിക്കാരിയാണ് ഇങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി ഫോണിൽ വിളിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. ഇതോടുകൂടിയാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി നൽകിയത്. പക്ഷേ ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ഈ പരാതിക്കാരുടെ മുഴുവൻ ഫോൺ നമ്പറുകളും ഡിലീറ്റ് ചെയ്ത് അതിനുശേഷം കോടതി സത്യവാങ്മൂലം നൽകണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. രാഹുലിന് ആശ്വാസകരമായ വിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ ജാമ്യം റദ്ദാക്കണമെന്ന രണ്ടാം പരാതിക്കാരുടെ അല്ലെങ്കിൽ ആ പരാതിക്കാരുടെ മേലുള്ള അന്വേഷണം. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. SK നടക്കാവിൽ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നൊരു പോസ്റ്റാണ്. സത്യം പറയാലോ, പാലക്കാട് പിഷാരടിയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് മറുപക്ഷം ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടല്ല എന്ന് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തലയ്ക്ക് മുകളിൽ സോക്രട്ടീസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുമ്പോൾ പിഷാരടിയെ പോലുള്ള രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഒരാളെ അവതരിപ്പിക്കാൻ അല്ലാതെ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ആർക്ക് സാധിക്കും? ആർക്ക് ധൈര്യം വരും? അങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ആർക്കാണ് തൊലിക്കട്ടി ഉണ്ടാവുക എന്ന് ഓർത്തപ്പോൾ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ആരെങ്കിലും നൂലിൽ കെട്ടി ഇറക്കുമെന്ന് അപ്പോഴേ തോന്നിയിരുന്നു. ജനങ്ങൾ കാർക്കിച്ച് തുപ്പുമെന്നും പരമ്പരാഗത കോൺഗ്രസ് സ്ത്രീ വോട്ടുകൾ പോലും മറിച്ച് കുത്തുമെന്നും പാലക്കാട്ടിലെ സ്ത്രീ, എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് അമ്മ പെങ്ങന്മാർ സ്ത്രീകൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ വോട്ടൊന്നും എന്തായാലും ഈ വട്ടം UDF-ന് കിട്ടാൻ പോകുന്നില്ല. ഇതൊരു BJP-ക്ക് ഒരു സീറ്റ് തുറന്നു കൊടുക്കുന്നൊരു ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാനെ കൊണ്ട് തന്നെ VD സതീശൻ പിഷാരടിയെ പാലക്കാട് ഇറക്കിയതാണെന്നത്. അല്ലെങ്കിൽ എത്ര ആളുകളുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒന്നും വേണ്ട, ആ സന്ദീപ് വാര്യരെ കൊണ്ടെങ്കിലും ഇടാമല്ലോ. എന്തുകൊണ്ട് അതുപോലും ചെയ്തില്ല? അപ്പം ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാം VD സതീശൻ ഈ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെ കളിക്കുന്ന കളിയാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ആർക്കാണ് തൊലിക്കട്ടി ഉണ്ടാവുക എന്ന് ഓർത്തപ്പോൾ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ആരെങ്കിലും നൂലിൽ കെട്ടി ഇറക്കുമെന്ന് അപ്പോഴേ തോന്നിയിരുന്നു. ജനങ്ങൾ കാർക്കിച്ച് തുപ്പുമെന്നും പരമ്പരാഗത കോൺഗ്രസ് സ്ത്രീ വോട്ടുകൾ പോലും മറിച്ചു കുത്തുമെന്ന് ഉറപ്പായപ്പോഴാണ് കോൺഗ്രസ് പാലക്കാട് അടവ് രാഷ്ട്രീയം പയറ്റിയത്. എന്തായാലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പുട്ടിയിട്ട് വെളുപ്പിക്കാൻ നറുക്കു വീണത് പിഷാരടിക്കാണെന്ന് മാത്രം. നല്ലപോലെ പുട്ടിയിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് പിഷാരടിയെ നിർത്തിയതിൽ വൻ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഈ ഇലക്ഷന് വോട്ട് ഉറപ്പായിട്ടും മറിക്കും ഈ പ്രസ്ഥാനത്തുള്ള യൂത്ത് കോൺഗ്രസ്, KSU ഇവരൊക്കെ നോക്കിക്കോ. രാഹുലിനെ മാറ്റിയതിൻ്റെ ആ ഒരു അമർഷം അവർ കാണിക്കും. വോട്ട് ഉറപ്പായിട്ടും മറിച്ച് കുത്തും. അതിനകത്ത് യാതൊരു സംശയവും കാണത്തില്ല. നിങ്ങൾ നോക്കിക്കോ, വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ഈ വട്ടം UDF പാലക്കാട് പൊട്ടുന്നത്. റെക്കോർഡ് വിജയത്തോടു കൂടി UDF കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്, മണ്ഡലമാണ് പാലക്കാട്. ആ ഒരു മണ്ഡലത്തിലെ എനിക്ക് ഒരു നിസ്സാരം ഒരു കാര്യത്തിൻ്റെ പേരിൽ രാഹുലിനെ അവിടെ നീക്കിയിട്ട് വേറൊരാളെ പിടിച്ച് പ്ലേസ് ചെയ്യുന്നതിൽ എന്ത് ലോജിക്കാണുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഞാനിവിടെ അനന്തു KRൻ്റെ ഒരു പോസ്റ്റും കൂടെ വായിക്കാം. AICC അവരുടെ താല്പര്യം കൊണ്ട് മാത്രം സുധാകരനുമായിട്ട് ബന്ധപ്പെട്ടാണ്. AICC അവരുടെ താല്പര്യം കൊണ്ട് മാത്രം സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ തന്നെ സുധാകരനെ ഒതുക്കാൻ മനസ്സിലായതാണ്. എന്നിട്ടും അയാൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എന്നെ മാറ്റിയാൽ എന്താ കുഴപ്പം, ഞാൻ മാറി നിൽക്കും, അത്ര പ്രിയപ്പെട്ടതാണ് എനിക്ക് ഈ പാർട്ടി. കാര്യം എതിർചേരിയിലാണെങ്കിലും പറയാതെ വയ്യല്ലോ. കണ്ണൂർ കോൺഗ്രസിൽ N രാമകൃഷ്ണന് ശേഷം അങ്ങേരോളം ശക്തമായ നിലപാടെടുത്ത് അവിടുത്തെ പ്രവർത്തകർക്കും അതുവഴി കേരളത്തിലാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും ധൈര്യം കൊടുത്തത് സുധാകരനും തന്നെയാണ്. ഒരു ചെവിടിന് മറുചെവിട് ഒക്കെ അങ്ങ് പള്ളിയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞ കോൺഗ്രസ്സുകാരൻ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. AICCയുടെ പേരും പറഞ്ഞ് ഇവിടുത്തെ ഇന്നത്തെ കോൺഗ്രസ്സുകാർ കറിവേപ്പില കളയുന്ന ലാഘവത്തോടെയാണ് എടുത്തു മാറ്റിയത് സുധാകരനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെയും. സുധാകരൻ തന്നെ പറഞ്ഞതുപോലെ അങ്ങേർക്ക് ഒരു നിലയും വിലയും കൊടുക്കാതെ, പുള്ളി തന്നെ പറഞ്ഞാണ്, ഒരു നിലയും വിലയുമില്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക്. അങ്ങനെയാണ്, ഒരു നിലയും വിലയും ഈ പ്രസ്ഥാനം കൊടുക്കുന്നില്ല, പ്രസ്ഥാനത്തിലുള്ള ആളുകൾ. ഓക്കെ, ഞാനിനി
ഞാനിനി രാഹുൽ മാങ്കൂട്ടം ഇന്ന് കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇന്ന് ഫേസ്ബുക്കിനകത്ത് കുറിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ വായിക്കാം. ഷുഹൈബും അപ്പോഴും നോക്കിക്കോണം, അപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നതെന്ന് ഈ ഒരു പോസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കാം. പുള്ളി ഈ പ്രസ്ഥാനം പുള്ളിക്ക് ഒരു അവസരം, ഈ പ്രസ്ഥാനത്തിനുള്ള ആളുകൾ പുള്ളിക്ക് ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ പുള്ളി മാറി ഒന്ന് ചിന്തിക്കണം, സ്വതന്ത്രമായിട്ട് മത്സരിക്കണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അവരെയൊക്കെ സ്നേഹം കളയാതിരിക്കുക, നിങ്ങൾ സ്വതന്ത്രനായിട്ട് നിന്ന് കയറി വരിക. ബാക്കി കാര്യം പിന്നെ യു ഡി എഫ് ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അതല്ല ഇപ്പോൾ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ട് നിങ്ങളെ പിന്തുണച്ച് നിങ്ങൾ കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിലോട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതും കൂടെ ഒന്ന് ചിന്തിക്കുക അല്ലേ. ഒരു വ്യക്തി കാരണം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഷുഹൈബും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചൊരു പോസ്റ്റും കൂടെയാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ഷുഹൈബും സജിത് ലാലും ലോന പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിൻ്റെ മൂവർണ്ണ കൊടി പിടിച്ചതിൻ്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജ്ജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലിപ്പമുള്ള പ്രസ്ഥാനമാണ് പ്രിയ KS നിങ്ങൾ ഇന്നിരിക്കുന്നത്. ഇതിലൂടെ ഒന്ന് വ്യക്തമാക്കാം, ഇത് VD സതീശനെതിരെയുള്ളൊരു മറുപടിയും കൂടെയാണെന്ന്. കാരണം ഈ വരിയിൽ തന്നെ ഉണ്ട് VD സതീശനിട്ടാണെന്ന് കുട്ടുന്നതെന്ന്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജ്ജമാണ് നിങ്ങൾ. ഇനി നിങ്ങളും ശ്രദ്ധിച്ചോ, VD സതീശന് ഇട്ടൊരു കൊട്ടിവിടുണ്ട്. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പ്രസ്ഥാനത്ത് കടന്നിട്ട് കടിപിടി കൂടുന്നത്. അത് VD സതീശനോടാണ് ഈ ഒരു മറുപടി പറയുന്നത്. പരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ വായിക്കും. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലിപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പദവി. കണ്ടല്ലോ ആർക്കിട്ടുള്ള കൊട്ടാണെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്കറിയാൻ. ജീവൻ വേണേൽ തന്നേക്കാം എന്ന് പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് അലങ്കാരികം അല്ലല്ലോ, അത് അർത്ഥവത്തായതല്ലേ. ഒരു പദവിയും ഇല്ലാതെ ഒരു മൂവർണ്ണ കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു ജനസാഗരമാകും. നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾ അറിയില്ലേ KS? അതൊക്കെയും പക്ഷേ കോൺഗ്രസ്സുകാരനായ ഞങ്ങളുടെ സുധാകരനേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങേ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണെന്ന് അങ്ങേക്ക് പറയേണ്ടി വരും. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥിയെന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങളത് ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം. കണ്ണൂരിനെ മാത്രമല്ല, കേരളത്തിലെ പ്രവർത്തകരെ അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രശംസിച്ചു. പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിനെ രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല, തീർച്ച. ഇതാണ് സുധാകരനുമായിട്ടിപ്പം ഉള്ള വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. അപ്പോഴും പുള്ളി ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്, രാഹുൽ അതിന് പാർട്ടിയിലല്ലല്ലോ, അയാൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അയാൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, പാർട്ടിയിൽ നിന്ന് പുറത്താണെന്ന് പറയുമ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്നെ പാർട്ടി പുറത്താക്കിയാലും ഇല്ലെങ്കിലും പാർട്ടി പറയുന്നത് കേൾക്കൂ എന്നുള്ളൊരു അജണ്ട എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണല്ലേ. ഒരവസരം ആ പുള്ളിക്ക് കൊടുക്കണമായിരുന്നു. അത് ഭയങ്കര ഒരു അനീതി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഞാൻ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം. സുധാകരൻ്റെ പ്രവർത്തകർ പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അവർക്ക് കണ്ണൂർ സുധാകരനെ മതി, വേറെ ആരെയും വേണ്ട എന്നാണ് പറയുന്നത്.
ഒരു അവസരം കൂടെ കൊടുക്കാമായിരുന്നു അല്ലേ? കാരണം ഇത്രയും ഇതിനകത്ത് വാശി പിടിക്കേണ്ട കാര്യമില്ല. കണ്ണൂർ കെ സുധാകരന് കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്താണ്? മുഖ്യമന്ത്രി കസേര കെ സുധാകരനിലോട്ട് പോകുന്നുള്ള പേടിയാണോ ഈ പ്രസ്ഥാനത്തിലുള്ള പല ആളുകൾക്കും? കടിച്ചുപിടിയില്ല, പൂച്ചയെക്കാളും കഷ്ടമാണ് സീറ്റിന് വേണ്ടിയിട്ട്. ഇവരൊക്കെ ഒരു നല്ലൊരു ഭരണം കൊണ്ടുവരാനല്ല ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി കസേര എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് രണ്ടാക്കി പറിച്ചെടുത്തുകൊണ്ട് പോകണം, അതാണ് ഇവരെയൊക്കെ ഉദ്ദേശം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഞാൻ എന്തായാലും കേസിൻ്റെ കൂടെയാണ്, കെ സുധാകരൻ്റെ കൂടെയാണ്. കാരണം പുള്ളി കണ്ണൂരുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പുള്ളി ആരാണെന്ന്. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ ഇരുന്നിട്ട് പുള്ളിയെ കുറ്റം പറയുന്ന ആളുകൾക്ക് പുള്ളിയെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ടാണ്. കണ്ണൂരിറങ്ങി നിങ്ങൾ കണ്ണൂരുള്ള ആളുകളോട് ചോദിച്ചു നോക്ക്, കണ്ണൂരുള്ള കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, കെ സുധാകരൻ ആരായിരുന്നു കണ്ണൂരുകാർക്കെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ അവർ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് പറഞ്ഞു. നട്ടലുള്ളൊരു നേതാവ്, ചങ്കൂറ്റമുള്ള, ആരെയും ഭയമില്ലാത്ത നട്ടലുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ ആവുന്ന കാലത്തൊക്കെ ഉണ്ടല്ലോ, അയാളൊക്കെ പുലിയായിരുന്നു. കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ന്യൂസും കൂടെ കണ്ടു നോക്കേ. സുധാകരനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. സീറ്റില്ലെങ്കിൽ ജില്ലയിൽ മൊത്തം ബാധിക്കും. ജില്ലയിൽ മാത്രമേ സംസ്ഥാനത്ത് തന്നെ ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊന്നൊരു വിഷയമില്ല. ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഞങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയം ഇന്ന് കാലത്ത് നടന്ന ഒരു യോഗവുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇന്ന് കാലത്ത് കണ്ണൂർ നിയോജകമണ്ഡല യോഗം വിളിച്ചു ചേർക്കപ്പെട്ടിരുന്നു. പക്ഷേ യഥാവിധി വാട്സപ്പ് സന്ദേശം മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ലഭിച്ചത്. സാധാരണ യോഗം നടക്കുമ്പോൾ 2-3 ആളുകൾ, ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിളിക്കാറുണ്ട്. ആരും ഈ യോഗത്തിന് ഞങ്ങളെ വിളിച്ചില്ല. ഇന്ന് കാലത്ത് ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ യോഗം നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ യോഗം ആ ഒരു അവഗണനയുടെ പ്രതിഫലനം ഉണ്ടെന്ന് തോന്നുന്നു, കൃത്യമായി തോന്നുന്നു. സുധാകരൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ നിങ്ങളൊക്കെ മാറി നിൽക്കുമെന്നുള്ള വിഷയമില്ല. സുധാകരനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും മത്സരിക്കും. കൂടെ നിൽക്കും. പാർട്ടി സ്ഥാനങ്ങളൊന്നും നഷ്ടപ്പെടില്ല. കെ സുധാകരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ സമയം വരെയുള്ള വിശ്വാസം. അതായത് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെയാണ് പ്രചരണം. പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാവില്ല. പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി കെ സുധാകരൻ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഈ സമയത്തുള്ള വിശ്വാസം. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും ഞങ്ങളില്ല. കെ സുധാകരൻ തന്നെയാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. കെ സുധാകരൻ തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി. അത് ആ സമയത്ത് അപ്പോൾ ആലോചിക്കും. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ സമയം വരെയുള്ള വിശ്വാസം. KPCC അധ്യക്ഷൻ പറഞ്ഞത് എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ, അസംതൃപ്തരുണ്ട് എന്നൊക്കെയാണ്. പരോക്ഷമായെങ്കിലും കേസിന് സീറ്റില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോകില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം കെ സുധാകരൻ തന്നെയാണ്. അദ്ദേഹം മത്സരിച്ചാൽ മാത്രമേ കണ്ണൂർ മണ്ഡലം കോൺഗ്രസിലേക്ക് UDFിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സീറ്റില്ലെങ്കിൽ ജില്ലയിൽ മൊത്തം ബാധിക്കും. ജില്ലയിൽ മാത്രമേ സംസ്ഥാനത്തിന്റെ ഇതിന്റെ ഓക്കെ, കണ്ടല്ലോ. കെ സുധാകരൻ ഇല്ലാതെ അവിടെ വേറെ ആരും സ്ഥാനാർത്ഥിയായിട്ട് വേണ്ട എന്നാണ് കണ്ണൂരത്തെ പ്രവർത്തകർ പറയുന്നത്. കെ സുധാകരൻ അവിടെ മത്സരിക്കുമെന്നാണ് ഇപ്പോഴും അവരെയൊക്കെ വിശ്വാസം. അപ്പോൾ എന്തായാലും കെ സുധാകരനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത്, അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.